ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ മൂവിയുടെ ഫൈനൽ ട്രെയിലർ വന്നു. ഇതുവരെ വന്ന രണ്ട് ട്രെയിലറിനെ പോലെയല്ല ഈ ഒരു ട്രെയിലർ ഇമോഷണലി കണക്ഷൻ തരുന്നുണ്ട്. അത് വോൾവറിൻ്റെ സൈഡിൽ നിന്ന് മാത്രമല്ല, ഡെഡ്പൂൾ വരെ ഇമോഷണൽ ആവുന്നത് ഈ ഒരു ട്രെയിലർ നമുക്ക് കാണാൻ പറ്റും. കോമിക്സിലാണെങ്കിൽ പോലും ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സൈഡാണ് ഡെഡ്പൂളിൻ്റെ ഇമോഷൻ. ഈ മൂവിയിൽ അത് പക്കയായിട്ട് ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഇതുവരെ വന്ന ട്രെയിലർ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ട്രെയിലർ കൂടിയാണിത്. ഈ സിനിമ ഇത്ര കാലത്തോളം നമ്മൾ കണ്ട ഹ്യൂ ജാക്ക്മാൻ്റെ വോൾവറിന് ഒരു റിഡംഷൻ ആർക്ക് കൂടിയായിരിക്കും. അതുപോലെ ഈ ക്യാരക്ടർ നമ്മുടെ വോൾവറിൻ അല്ല എന്നുള്ളതും ഈ ഒരു ട്രെയിലറിലൂടെ കൺഫേം ചെയ്യാം. നമ്മുടെ വോൾവറിൻ ലോഗൻ മൂവിയിൽ മരിച്ചു, അതിലേക്ക് ആരും ഇനി കൈ കടത്തില്ല. സോ ഇത് മറ്റൊരു യൂണിവേഴ്സിലെ വോൾവറിൻ വേരിയൻ്റ് ആണ്. അതുപോലെ ഒരുപാട് ഈസ്റ്റർ എഗ്സും റെഫറൻസും ഒക്കെ ഈ ഒരു ട്രെയിലറിൽ തന്നിട്ടുണ്ട്. ഡെഡ്പൂളിൻ്റെ പല വേരിയൻസിനെയും നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റും. അതുകൂടാതെ മറ്റു പല വേരിയൻസും ഈ ഒരു മൂവിയിൽ ഉണ്ടാവുമെന്നും കൺഫേം ആയിട്ടുണ്ട്. ഡെഡ്പൂൾ വേരിയൻസിനെ എടുത്താൽ ലേഡി ഡെഡ്പൂൾ, ഡോഗ് പൂൾ, ഹെഡ് പൂൾ, കിഡ് പൂൾ, സാമുറായി ഡെഡ്പൂൾ, കൗബോയ് ഡെഡ്പൂൾ അങ്ങനെ തുടങ്ങി പല ഡെഡ്പൂൾ വേരിയൻസും ഈ ഒരു മൂവിയിൽ അപ്പിയറൻസ് നടത്തും. അതായത് ഒരു എൻറ്റിയർ ഡെഡ്പൂൾ കോപ്സിനെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അർത്ഥം. അതിന് ഈ ഒരു സീൻ തന്നെ ധാരാളമാണ്. ഇവിടെ ലേഡി ഡെഡ്പൂളിൻ്റെ പുറകിൽ ഒരുപാട് വേരിയൻസിനെ ഹിന്റ് തന്നിട്ടുണ്ട്. റയാൻ റെയ്നോൾഡ്സ് നേരത്തെ ഒരു അനാർക്കി അവഞ്ചേഴ്സ് ടീസിങ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ കാണുന്ന എല്ലാ ഡെഡ്പൂളും വന്ന് ഒരു അവഞ്ചേഴ്സ് പോലെ നിൽക്കുന്നതാണോ എന്നും അറിയില്ല. ചിലപ്പോൾ ഡെഡ്പൂൾ കോപ്സിനെ ഇവിടെ അനാർക്കി അവഞ്ചേഴ്സ് ആയിട്ടായിരിക്കാം പ്രസന്റ് ചെയ്യുന്നത്. ശരിക്കും ഇവിടെ ആരാണ് ലേഡി ഡെഡ്പൂളിനെ അവതരിപ്പിക്കുന്നതെന്നും ആർക്കും അറിയില്ല. ടൈലർ സ്വിഫ്റ്റ് ഈ ഒരു പടത്തിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ടൈലർ സ്വിഫ്റ്റിനെ കൂടാതെ കേട്ട മറ്റൊരു പേരായിരുന്നു റയാൻ റെയ്നോൾഡ്സിന്റെ വൈഫായിട്ടുള്ള ബ്ലേക്ക് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യുമെന്നുള്ളത്. എന്തായാലും നിസ്സാര ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. അതിൽ നിന്ന് തന്നെ നമ്മുടെ സംശയങ്ങൾ കണ്ടു തീർക്കാം. ഇവിടെ ഇത്രയും ഡെഡ്പൂൾ വേരിയൻസ് ഒന്നിക്കുന്നത് കസാൻഡ്ര നോവയ്ക്കെതിരെയാണോ എന്നും സംശയമുണ്ട്. നിലവിൽ കസാൻഡ്ര നോവയെ മാത്രമേ ഒരു വില്ലൻ പ്ലേസിൽ ടീസ് ചെയ്തിട്ടുള്ളൂ എങ്കിലും മുമ്പത്തെ ട്രെയിലർ വെച്ച് നോക്കിയാൽ ആ ഒരു ക്യാരക്ടറിനെ മാത്രം വില്ലനായി കൊണ്ടുപോകുമെന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ മറ്റൊരു വില്ലനോ അല്ലെങ്കിൽ കസാൻഡ്ര നോവ ഉൾപ്പെടുന്ന ഒരു വില്ലൻ ടീമോ ഉണ്ടായേക്കാം. അവർക്കെതിരെയായിരിക്കും ഡെഡ്പൂൾ കോപ്സ് യുണൈറ്റായി അനാർക്കി അവഞ്ചേഴ്സായി മാറുന്നത്. ഇത്രയും ഡെഡ്പൂൾ വേരിയൻസ് ഉള്ള സ്ഥലത്ത് ഇതുവരെ ഒരു വോൾവറിൻ വേരിയന്റിനെ പോലും കാണിച്ചിട്ടില്ല. ആകെ കാണിച്ചത് പാച്ചാണോ എന്ന് സംശയം തോന്നിക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ്. വോൾവറിൻ വേരിയൻസിനെ ഇത്രയും സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടാവും. മേ ബി MCയുടെ അടുത്ത വോൾവറിൻ ആരാവുമെന്നതും ഈ ഒരു മൂവിയിൽ കൺഫേം ചെയ്തേക്കാം. ട്രെയിലറിന്റെ തുടക്കത്തിൽ ആദ്യം കാണിക്കുന്നത് പ്രൂൺ ചെയ്യപ്പെട്ട ആസ്ഗാർഡാണ്. എൻറ്റിയർ ആസ്ഗാർഡിനെ തന്നെ TV പ്രൂൺ ചെയ്തിരിക്കുന്നു. ഇനി അത് മൊത്തം ആസ്ഗാർഡാണോ അത് തോറിന്റെ പാലസ് ആണോ എന്നറിയില്ല. തോറിന്റെ പാലസ് ആവാനും സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ഒബ്ജക്ട്സ് മാത്രം TV പ്രൂൺ ചെയ്തത് നമുക്ക് വേൾഡിൽ കാണാൻ പറ്റും. അതിലൊന്നായിരിക്കാം തോറിന്റെ പാലസും. അങ്ങോട്ടേക്ക് ഒരു വണ്ടി പോകുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ആസ്ഗാർഡിന്റെ മെൻഷനിങ്ങും അങ്ങോട്ടേക്ക് എന്തോന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ബിൽഡിങ്ങിനും ഈ ഒരു സിനിമയിൽ സ്ഥാനമുണ്ടായേക്കാം. ഇനി തോറിന്റെ വേരിയന്റ് എങ്ങാനും എന്തായാലും വരട്ടെ, എന്നിട്ട് നോക്കാം. ഈ സിനിമയിൽ ലോക്കി വരുമെന്ന് റൂമറുണ്ട്. പക്ഷെ മൾട്ടിവേഴ്സിന്റെ പ്രൊട്ടക്ടറായ ലോക്കിയെ തിരിച്ചു കൊണ്ടുവരുമോ എന്നത് ഈ ഒരു റൂമറിന്റെ റിലയബിലിറ്റിയെ വിലയിരുത്തുന്നു. പോസിബിളി ലോക്കിയുടെ റെഫറൻസ് ഒക്കെ കൊടുക്കുമായിരിക്കാം. കാരണം ലോക്കിക്ക് വോയിഡായിട്ട് കണക്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റോറി നടക്കുന്നതും വോയിഡിൽ തന്നെയാണ്. എലയത്തിനെ ഉൾപ്പെടെ ഈ ഒരു മൂവിയിൽ കാണിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ലോക്കിക്ക് പകരം വോയിഡിൽ നിന്ന് മറ്റൊരു വേരിയൻ ലോക്കിയും കൊണ്ടുവന്നേക്കാം. എല്ലാവരും ഈ ഒരു സിനിമയ്ക്ക് എക്സൈറ്റഡ് ആവാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ചാൽ വോൾവറിൻ തന്നെയാണ്. ഫാൻസ് കാലങ്ങളോളം വെയിറ്റ് ചെയ്ത ഒരു ടീമപ്പായിരുന്നു ഈ ഒരു സിനിമ. അതിനെ ടീസ് ചെയ്യുന്ന പോലെ ഇവിടെ ഡെഡ്പൂൾ തന്നെ പറയുന്നുണ്ട് താൻ ഒരുപാട് കാലം വെയിറ്റ് ചെയ്ത ഒരു ടീമപ്പായിരുന്നു ഇതെന്ന്. അത്രയേറെ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഈ സിനിമയിൽ വോൾവറിനെ കാണാൻ പറ്റുമെന്ന് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇതൊരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആണ്. ഇവിടെ കൺഫേം ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഡെഡ്പൂൾ ഏത് യൂണിവേഴ്സിലാണെന്നുള്ളത്. ഡെഡ്പൂൾ 2 കാണിക്കുന്ന വോൾവറിൻ റെഫറൻസ് അല്ലാതെ വേറെ ഒന്നും ഡെഡ്പൂൾ ഉള്ളത് ഫോക്സിൻ്റെ എക്സ്മെൻ യൂണിവേഴ്സിലാണെന്ന് പറയാനുള്ള ഒരു എവിഡൻസും ഉണ്ടായിരുന്നില്ല. ഫോക്സിൻ്റെ എക്സ്മെൻ യൂണിവേഴ്സിൽ ഒരുപാട് കണ്ടിന്യൂറ്റി മിസ്റ്റേക്കും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മൊമെൻ്റൊക്കെ ഉണ്ട്. ശരിക്കും അവർ മുമ്പേ പ്ലാൻ ചെയ്തല്ല എക്സ്മെനെ മൂവിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സക്സസിനെ തുടർന്ന് ആ ഒരു യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കുറേ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കൊക്കെ അതിൽ സംഭവിച്ചിട്ടുമുണ്ട്. ഇവിടെ ഡെഡ്പൂൾ ഇവിടെയുള്ള വോൾവറിനോട് തൻ്റെ വേൾഡിൽ നീ എക്സ്മെൻ ആയിരുന്നു എന്ന് പറയുന്നു. ഇതിലൂടെ ഡെഡ്പൂളും ഫോക്സിൻ്റെ എക്സ്മെൻ യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നതാണെന്ന് കൺഫേം ആയെന്ന് പറയാം. നമ്മൾ കണ്ട വോൾവറിൻ ഒരു ഹീറോ ആയിരുന്നു എന്നും ഡെഡ്പൂൾ പറയുന്നുണ്ട്. എന്നാൽ ഇവിടെയുള്ള വോൾവറിൻ തൻ്റെ വേൾഡിൽ താൻ ഒരു ഹീറോ ആയിരുന്നില്ലെന്നാണ് പറയുന്നത്. അയാൾ എക്സ്മെനിൽ ഒരു മെമ്പർ ആവാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ എക്സ്മെൻ മെമ്പേഴ്സായ സ്കോട്ടും സ്റ്റോമും ബീസ്റ്റും ഒക്കെ അത് ആഗ്രഹിച്ചിരുന്നു. കൂടാതെ ആ ഒരു കോമിക്കൽ യെല്ലോ ബ്ലൂ ഔട്ട്ഫിറ്റ് ഇടാൻ അവർ ഈ ഒരു വോൾവറിനെ നിർബന്ധിച്ചിരുന്നു. എന്നാൽ ഈ വോൾവറിൻ അതിന് സമ്മതിച്ചിരുന്നില്ല. മേ ബി ആ ഒരു ക്യാരക്ടറിൻ്റെ സെൽഫിഷ്നെസ് കൊണ്ടായിരിക്കാം ആ ഒരു വേൾഡ് നശിച്ചത്. ആ നാശത്തിൽ എക്സ്മെൻ മെമ്പേഴ്സ് എല്ലാവരും മരിച്ചിട്ടുമുണ്ടാകാം. അതിൽ നിന്ന് സർവൈവ് ആയത് വോൾവറിൻ മാത്രമായിരിക്കാം. അയാൾ വിചാരിച്ചിരുന്നെങ്കിൽ ആ ഒരു ലോകത്തെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ടായിരിക്കും ട്രെയിലറിൽ അവൻ അവൻ്റെ വേൾഡിൽ നശിക്കാൻ വിട്ടുവെന്ന് പാരഡോക്സ് പറയുന്നത്. അതുപോലെ മറ്റൊരു സീനിൽ എൻ്റെ വേൾഡിനെ രക്ഷിക്കാൻ നിനക്കറിയാമെന്ന് ഡെഡ്പൂൾ വോൾവറിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വോൾവറിൻ തന്നെ തിരുത്തി ഒരു എക്സ്മെനായി നിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു ക്ലാസിക്കൽ ഐക്കോണിക് സ്യൂട്ട് ഈ ഒരു ക്യാരക്ടർ ഇടുന്നു. ഡെഡ്പൂളിൻ്റെ വേൾഡിനെ എങ്കിലും രക്ഷിക്കാൻ ആ ഒരു ക്യാരക്ടർ ഇറങ്ങി നിൽക്കുന്നു. തനിക്ക് വന്നുപോയ തെറ്റിൽ അയാൾ റിഗ്രറ്റ് ചെയ്യുന്നതായി ഇതിൽ നിന്ന് മനസ്സിലാക്കാം.
വോൾ മൂവി വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ലോഗിനെ ആയിരിക്കും ഈ ഒരു സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിന്ന് വോൾവറിനെ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും ഡാഫ്നി കീൻ്റെ ലോറ അല്ലെങ്കിൽ X-23. ലോഗിന് ശേഷം ആ ഒരു ക്യാരക്ടർ ഇവിടെ വീണ്ടും റിട്ടേൺ ആയിരിക്കുകയാണ്. ഈ വോൾവറിൻ അയാളുടെ വേൾഡിൽ ചിലപ്പോൾ ലോറയെ മീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവിടെ വോൾവറിൻ നീ ആരെയാണോ നോക്കുന്നത്, താൻ അതിന് പറ്റിയ ആളല്ല, ആം എ റോങ്ക എന്ന് പറയുമ്പോൾ ലോറ അതിൽ നിന്ന് മാറ്റം വരുന്നതുവരെ നീ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു സീൻ കാണുമ്പോൾ തോന്നുന്നത് X-23 ആയിരിക്കും വോൾവറിനെ ഇൻസ്പയർ ചെയ്ത് ഒരു ഹീറോ ലെവലിലേക്ക് കൊണ്ടുവരുന്നത്. പോസിബിളി ലോറ ഫോക്സിൻ്റെ യൂണിവേഴ്സിൽ നമ്മുടെ വോൾവറിൻ്റെ സ്റ്റോറിയൊക്കെ ഈ ഒരു വോൾവറിനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവാം. അവിടെ ഇരിക്കുന്ന വോൾവറിൻ ഏതൊരു ഫോട്ടോ നോക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ലോറയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ വോൾവറിൻ്റെ ഫോട്ടോ ആയിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ തൻ്റെ ഭൂതകാലത്തിലെ എക്സ്മെൻ ടീമിൻ്റെ മെമ്പേഴ്സിൻ്റെ ഫോട്ടോ ആയിരിക്കാം. ഇവിടെ നിന്നായിരിക്കാം ആ ഒരു ക്യാരക്ടർ വോൾവറിനായിട്ടുള്ള കംബാക്ക് കൊടുക്കുന്നത്. ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യമാണ് കസാൻഡ്ര നോവ. ഈ ഒരു ക്യാരക്ടറിനെ മുമ്പ് കാണിച്ചിരുന്ന ടോണിൽ നിന്ന് മാറ്റി ഒരു പവർഫുൾ വില്ലൻ എന്നുള്ള തരത്തിലാണ് ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നത്. കൂടാതെ അലേത്ത് എന്ന ക്രീച്ചറിനെ ഹീറോസ് ഫേസ് ചെയ്യുന്നതും കാണാം. മേ ബി അലേത്തിനെ കസാൻഡ്ര നോവ കൺട്രോളിൽ എടുത്തിട്ടുണ്ടായിരിക്കുമെന്നും ഡൗട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ കസാൻഡ്രയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു സീനിൽ സ്പോഗറ്റിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ലോക്കി സീസൺ 2 നമ്മൾ ഇത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു റിയാലിറ്റി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് സ്പോഗറ്റിഫിക്കേഷൻ. എൻറ്റയർ മൾട്ടിവേഴ്സ് ഇല്ലാണ്ടാവുന്ന സമയത്ത് ലോക്കി അതിനെ റീസ്റ്റോർ ചെയ്യുന്നു. പോസിബിളി ലോക്കി സീസൺ 2 ആയിട്ടും ഈ ഒരു സിനിമയ്ക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും. ഇവിടെ കസാൻഡ്ര ഏതൊരു മെഷീൻ യൂസ് ചെയ്യുന്ന സമയത്ത് സ്പോഗറ്റിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് കാണാം. ഇനി ആ ഒരു ക്യാരക്ടർ ആ റിയാലിറ്റി നശിപ്പിക്കുന്നതാണോ അതോ ആ ഒരു മെഷീൻ യൂസ് ചെയ്ത് തൻ്റെ പവർ കൂട്ടുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ മൂവി കസാൻഡ്രയുടെ കോമിക്കൽ ലോറിനോട് ചേർന്ന് നിൽക്കും. കൂടാതെ ആ ക്യാരക്ടറിൻ്റെ ഒറിജിൻ സ്റ്റോറിയും അല്ലെങ്കിൽ ഒറിജിൻ്റെ പല പല പോർഷൻസും തൻ്റെ ബ്രദറായ ചാൾസ് ആയിട്ടുള്ള കസാൻഡ്രയുടെ റിലേഷൻഷിപ്പും ആ ക്യാരക്ടറിൻ്റെ മോട്ടീവും ഒക്കെ ഈ ഒരു സിനിമയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാരക്ടറിനെ ഈ മൂവിയിൽ കൊല്ലില്ലെന്നാണ്. പോസിബിളി ഫ്യൂച്ചർ MCUവിൽ കസാൻഡ്ര നോവയെ എക്സ്മെനെ ഒരു ത്രെറ്റ് ആയിട്ടും കാണിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ പ്രൊഫസർ X ആയിട്ടുള്ള തൻ്റെ റൈവലറിയും അതിനെ വെച്ച് ഒരു സ്റ്റോറി പ്ലോട്ടൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓപ്പൺ ആക്കി വിടുന്നത് ജസ്റ്റ് ഒരു ക്യാരക്ടറിനെ അല്ല, പകരം ഒരു വലിയ സ്റ്റോറി പ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു ക്യാരക്ടറിനെ ഒറ്റ പടം കൊണ്ട് വേസ്റ്റ് ആകുമെന്ന് തോന്നുന്നില്ല. എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയാം. ഈ സിനിമയിൽ MCUയുടെ ഒരുപാട് ഈസ്റ്റർ എഗ്സും റെഫറൻസും അത് വെച്ചിട്ടുള്ള ജോക്സൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താണ് ഫൈനൽ ട്രെയിലർ കണ്ടിട്ട് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യുക. സീ യു നെക്സ്റ്റ് ടൈം വീഡിയോ ഗൈസ്. ദിസ് ഈസ് CG സൈനിങ് ഓഫ്.